ഹായ് ഗൈസ്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നൊരു സർപ്രൈസ് ഗിഫ്റ്റാണേ. അപ്പോൾ നമ്മളത് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. പോവാം. ഹായ്. ഞങ്ങൾ വരുന്ന വഴിക്ക് പുള്ളിക്കാരുടെ അച്ഛനെ കണ്ടു കേട്ടോ. ആൾ പോവാണ്. ദേ ഇവിടെയാണ് വീട്. ഇതാണ് വീട്. പിടിച്ച് ഒരു ചെറിയ ഗിഫ്റ്റ്. ഇങ്ങനെ ഗിഫ്റ്റ് തരാനുള്ള ആരെങ്കിലും ആയിട്ട് കൺഗ്രാജുലേഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിലൊരു ഇത് കണ്ടു. ഗിഫ്റ്റ് ഇഷ്ടമായോ? ഇത് ആരായിരിക്കും തരാം? ഈ സമയത്ത് ആരെങ്കിലും തരാൻ അല്ല, എന്നാലും വേറെ ആരെങ്കിലും? അനിയത്തിന് വരുന്നുണ്ട്. അല്ല, ഗിഫ്റ്റ് ഇഷ്ടമായോ? ഐശ്വര്യ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഗിഫ്റ്റാണ്. ഞങ്ങൾ വടക്കഞ്ചേരിയിലാണ്. നമ്മുടെ ഗിഫ്റ്റ് ക്രാഫ്റ്റഡ് വിത്ത് ലവ് എന്നുള്ളൊരു ചെറിയ ഒരു ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ കാരണം ഇത് ചെയ്യുന്നവർക്കാണ്. അപ്പം നമുക്ക് കിട്ടിയ ഓർഡറാണത്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി തരുന്നൊട്ടും ഐശ്വര്യ തരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ഹായ് ഗൈസ്, അപ്പം ഞാനിന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം നമ്മുടെ സ്നേഹ മഹേഷ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലേ, അതിൻ്റെ എം ടെക്കിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരാളായിരിക്കുന്നു. ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ട്രാക്യൂ ഡേയ്സിൻ്റെ വകയും നിങ്ങളുടെ വക ഒരു മിഠായിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു വേറൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കൂടി മിഠായി തന്നിട്ടുണ്ട്. സംഭവം കൊടുത്തോട്ടോ. സത്യത്തിൽ പുള്ളിക്കാരി എക്സൈറ്റഡ് ആയതിനേക്കാൾ കൂടുതൽ ഞങ്ങളാണ് എക്സൈറ്റഡ് ആയത്. ആളുടെ സന്തോഷം കണ്ടിട്ട്. അങ്ങനെ ആരും ഇങ്ങനൊരു സംഭവം ചെയ്യുന്നിട്ട് പുള്ളിക്കാരി ഒരു മിഠായെല്ലാം തന്നു. ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആളാട്ടോ. യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക്. അതായത് ഇത് സ്നേഹ മഹേഷ് അല്ലേ, സ്നേഹ മഹേഷ് എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സംഭവം തീർന്നു കിട്ടി. ഇനി പുള്ളിക്കാരിയുടെ അച്ഛനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാം.